I got nothing to worry about. ഒന്ന് ക്രിംസൺ റെഡ് സീഡ്ലെസ് ഗോവ. ഇത് 3 പേരും ചെറിയ സൈസിൽ തന്നെ നമുക്ക് ഗുണം തരുന്ന ചെടികളാണ്. ക്രിംസൺ റെഡ് ഗോവ നിങ്ങൾ ജപ്പാൻ പേരാന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, അതാണ് ഐറ്റം. പിന്നൊന്ന് ഗംഗാ ബോണ്ടം തെങ്ങ്. ഗംഗാ ബോണ്ടം തെങ്ങിൻ്റെ പ്രത്യേകത തന്നെയാണ്, 2 വർഷം കൊണ്ട് കൊലയ്ക്കുന്ന തെങ്ങാണ്. പിന്നുള്ളത് വിയറ്റ്നാമീസ് സൂപ്പർ എർലി എന്ന് പറയുന്ന പ്ലാവ്. അതും 1 വർഷത്തിനകത്ത് ഫലം വരും. അപ്പോൾ അവരെ 3 പേരും നമ്മുടെ പുതിയ അതിഥികളാണ്. നടാനുള്ളത് നല്ല സൈറ്റ് നോക്കുകയാണ്. സൈറ്റ് നോക്കിയിട്ട് 3 പേരെ നമ്മൾ സെറ്റ് ചെയ്യും. ഇവിടെയാണ് നമ്മൾ തെങ്ങ് വെക്കാൻ പോകുന്നത്. തെങ്ങ് വെക്കുന്ന ഒരു ലൊക്കേഷനാണ് ഇവിടം. നമ്മൾ പുറവിലാണ്. പുറവിൽ ഇവിടെ ഒരു സ്ഥലമുണ്ട്, ഇവിടെ കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മൾ പ്ലാവ് വെക്കാൻ പോകുന്നത്. എന്തെങ്കിലുമൊക്കെ പറ. ഞാൻ ഇവിടെ അടുത്തൊരു നഴ്സറി ഉണ്ടായിരുന്നു. അപ്പോൾ ആ നഴ്സറിയിൽ പോയി തെങ്ങൻ തൈയും പേരത്തൈയും ഒരു വിയറ്റ്നാം എർലി പ്ലാന്റ് തൈയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതൊന്നും നടാനുള്ളവരൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കൃഷിയിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് അമ്മ. ഇതാണ് അമ്മ. തെങ്ങ് നടാൻ പോവാണ്. ഓക്കെ, തെങ്ങാമോണ്ടം മുറ്റത്ത് തെങ്ങ് വെക്കാൻ പോവാ. 18-ാം വട്ട തെങ്ങ്. ആദ്യം എടുത്ത കുഴിയുടെ അവിടെ ഒരു പമ്പുണ്ടായിരുന്നു, അതങ്ങ് പൊട്ടിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ വേറൊരു കുഴി എടുത്തിട്ടുണ്ട്. ആദ്യം എടുത്ത കുഴിയിലൊക്കെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു, ആ പൈപ്പ് പൊട്ടി. അതുകൊണ്ട് വേറൊരു കുഴി എടുത്തു. ഇനി ആ പൈപ്പ് ക്യാപ്പ് ഇടണം. സപ്ലൈ പോകുന്ന ലൈനുള്ളത് അതിൻ്റെ ക്യാപ്പ് ഇട്ടത് ചെയ്യാൻ പോകും. വെക്കുമ്പോൾ എടുത്താൽ പോരാ.
ഗൈസ് 4 അടിയുടെ ഒരു കുഴി നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനപ്പുറത്ത് നിങ്ങൾക്ക് കാണാം പൈപ്പ് പൊട്ടിയ കുഴിയുണ്ട്. ഈ കുഴിയിലാണ് നമ്മൾ തെങ്ങ് വെക്കാൻ പോകുന്നത്. കണ്ട 4 അടി ആഴമുണ്ട്. വലിയ ആഴമുള്ള കുഴിയാണ്. നമ്മളിതിനകത്ത് തുണ്ട് പാകിയിരിക്കുകയാണ്. ഇതിലേക്കാണ് നമ്മൾ വളവും ബാക്കി കാര്യങ്ങളൊക്കെ ഇടാൻ പോകുന്നത്. കുറച്ച് കുമ്മായം പൊടിച്ചതും ഇതിനൊക്കെ ജൈവവളം വാങ്ങിച്ചതൊക്കെ വെച്ചിട്ടുണ്ട് തെങ്ങിനിടാനായിട്ട്. പിന്നെ പരലുപ്പും ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. ഇതും അതേപോലെ ജൈവവളവും വാങ്ങിച്ചിട്ടുണ്ട്. അതിനൊക്കെ പരലുപ്പും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പരലിപ്പ് നമ്മൾ ത്രെഡ് ചെയ്ത് ഈ കുഴിയിലൊക്കെ കുഴി കിട്ടുന്നുണ്ട്. മതി മതി ഒരുപാട് വേണ്ട. ഇത് സോഡിയം ആയതായിരിക്കും. ഇതിന് മാറ്റിയത് ഉരുളി ഉരുളി പ്ലാവിന് വേണ്ടിയിട്ടുള്ള വിയറ്റ്നാം ജാക്ക് ഫ്രൂട്ട് ഇവിടെയാണ് നമ്മൾ. വിയറ്റ്നാം എയർലി
വിയറ്റ്നാം സൂപ്പർ എയർലി നമ്മുടെ വീട്ടിൽ സെറ്റായിരിക്കുകയാണ്. ഇനി അടുത്ത് നമുക്ക് പേരക്കയില്ലേ വെക്കണ്ടേ? മണ്ണം, ജൈവവളം, കുമ്മായം, ചാണകപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന 15 ദിവസമായ പോട്ടി മിക്സ് ആണിത്. അതിലേക്കാണ് ഞാൻ പേര നടാൻ ഉദ്ദേശിക്കുന്നത്. Please like and subscribe. Okay guys, അങ്ങനെ ഇന്നത്തെ പണി കഴിഞ്ഞിരിക്കുകയാണ്. Thanks for watching. Please like and subscribe.